നമസ്കാരം. എൻ്റെ പേര് ഷറഫുന്നീസ കാരോളി. ഞാൻ കേരളത്തിലെ ഒരു ഉദ്യോഗാർത്ഥിയാണ്. ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ കരുതിയിരുന്നതല്ല. പക്ഷേ ഇന്നലെ കേരളത്തിലെ നിയമന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് MP രാജേഷ് XMPയും കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും ചെയ്തിട്ടുള്ള 2 വീഡിയോസ് യൂട്യൂബിൽ കാണാനിടയായി. ഇന്നലെ തന്നെയാണ് സിവിൽ പോലീസ് ഓഫീസേഴ്സ് ലിസ്റ്റിലുണ്ടായിരുന്ന ചില ചെറുപ്പക്കാർ PPE കിറ്റുകൾ ധരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടക്കൽ ഒരു സമരത്തിന് ശ്രമിച്ചതും അവരെ പോലീസ് അറസ്റ്റ് ചെയ്തതും. MP രാജേഷിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 80,000-ഓളം ആളുകൾ ഡിസ്ലൈക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തോമസ് ഐസക്കിൻ്റെ വീഡിയോയിലും ഡിസ്ലൈക്കുകളാണ് എണ്ണത്തിൽ കൂടുതൽ. MP രാജേഷിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഏകദേശം 9,000-ഓളം ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. MP രാജേഷ് XMPയും കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും ചുരുങ്ങിയ പക്ഷം ആ കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കാനെങ്കിലും തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ കമൻറ്റുകളിലൊക്കെയും കേരളത്തിലെ തൊഴിലന്വേഷകരായ ചെറുപ്പക്കാരുടെ നിരാശയും ആശങ്കകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യക്തിപരമായി ഞാനും ഈ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഇരയാണ്. ഈ കോവിഡ് കാലത്ത് 2020 ഏപ്രിൽ മാസം 1-ാം തീയതി കോളേജിയറ്റ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ഓർഡർ കേരള ഗവൺമെൻറ് പുറത്തിറക്കി. ആ ഓർഡർ അനുസരിച്ച് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കാലങ്ങളായി നിലനിന്നിരുന്ന PG വെയിറ്റേജ് സമ്പ്രദായം നിർത്തലാക്കുകയും സിംഗിൾ ഫാക്കൾട്ടി വിഷയങ്ങളിലടക്കം 16 മണിക്കൂർ വർക്ക് ലോഡ് നിർബന്ധമാക്കുകയും ചെയ്തു. അങ്ങനെ 3000-ഓളം അധ്യാപക തസ്തികകളാണ് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നഷ്ടപ്പെട്ടു പോയത്. ഫലത്തിൽ 10 കൊല്ലക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന അപ്രഖ്യാപിത നിയമന നിരോധനമാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നത്. 8 കൊല്ലത്തിന് ശേഷമാണ് ഇക്കഴിഞ്ഞ 2019 ഡിസംബർ മാസത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ PSC എക്സാം നോട്ടിഫൈ ചെയ്തത്. ഇല്ലാത്ത പോസ്റ്റിനും കിട്ടാത്ത അപ്പോയിന്റ്മെന്റിനും വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് PSC നടത്താൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ 29 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജോലി സ്വപ്നം കണ്ട നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ PhD നേടിയിട്ടുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന പ്രൊഫഷനിൽ ഒരു എൻട്രി പോലും ലഭിക്കാതെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളുടെ ഭാരവും പേറിക്കൊണ്ട് നിരാശരായി കടന്നുപോകാൻ പോവുകയാണ്. ഏപ്രിൽ 1-ന്റെ ഓർഡർ പുറത്തിറങ്ങിയപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധം ശക്തമായി. അന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീൽ, അദ്ദേഹം കോളേജ് അധ്യാപകൻ കൂടിയാണ്, ചാനലുകളിൽ വന്നുകൊണ്ട് പറഞ്ഞത് PG വെയിറ്റേജ് നിലനിർത്തും, ഈ സർക്കാരിന്റെ തീരുമാനം കൊണ്ട് ഒരാളുടെയും അവസരം നഷ്ടമാകില്ല എന്നാണ്. മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് പ്രതിഷേധക്കാർ പല വഴിക്ക് പിരിഞ്ഞുപോയി. പ്രതിഷേധങ്ങൾ തണുത്തുവെന്ന് ഉറപ്പായപ്പോൾ ഒരു മാറ്റവും വരുത്താതെ ആ ഓർഡർ നടപ്പിലാക്കുകയാണ്. 3000-ഓളം പോസ്റ്റുകൾ വെട്ടിച്ചുരുക്കി 10 കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന അപ്രഖ്യാപിത നിയമന നിരോധനത്തിന് കാരണമുണ്ടാക്കി PSC പരീക്ഷയെപ്പോലും പ്രഹസനമാക്കി മാറ്റിയിട്ട് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോയിൽ പറയുകയാണ്, കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 1000 പോസ്റ്റുകൾ പുതുതായി ക്രിയേറ്റ് ചെയ്യുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 3000-ഓളം അധ്യാപക തസ്തികകൾ നഷ്ടപ്പെടുത്തിയിട്ട് 1000 പോസ്റ്റുകൾ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന കേരള സർക്കാരിന്റെ മാന്ത്രിക വിദ്യ. എന്തൊരു പ്രഹസനമാണ് ധനകാര്യമന്ത്രി! എന്തിനാണ് കേരളത്തിലെ ചെറുപ്പക്കാരെ ഇങ്ങനെ വഞ്ചിക്കുന്നത്? PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ബന്ധു നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളും കൺസൾട്ടൻസി നിയമനങ്ങളും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തലുമെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. PSC ലിസ്റ്റുകൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്നും അപ്പോയിന്റ്മെന്റ് നടത്താതെ താൽക്കാലിക ജീവനക്കാരെ ഇവിടെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ലൈബ്രറി കൗൺസിലിൽ CPM അനുഭാവികളായ 47 പേരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചത് ഈ കോവിഡ് കാലത്താണ്. 41 ക്ലർക്കുമാരും 6 ഓഫീസ് അറ്റൻഡന്റുമാരും. അതിൽ 26 പേർക്ക് 2011 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയാണ് നിയമനം. അവരുടെ ശമ്പള കുടിശ്ശികയും മറ്റും കൊടുത്തു തീർക്കാൻ 8 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിനുണ്ടാകുന്നത്. തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കിലയിൽ 2 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചത് ഈ കോവിഡ് കാലത്താണ്. LD ക്ലർക്കായി സ്ഥിര നിയമനം ലഭിച്ച AR നസീജ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയാണ്. യുവജനക്ഷേമ ബോർഡിൽ 36 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളെ പോലും സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചതായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റീബിൽഡ് കേരളയുടെ പേരിൽ കാർഷിക വകുപ്പിൽ പിൻവാതിൽ നിയമനം. 2 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ 6 പേരെയാണ് നിയമിക്കുന്നത്. അവരുടെ ശമ്പളത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി
71,36,000 രൂപയാണ് സംസ്ഥാന സർക്കാരിന് ചിലവ് വരുന്നത്. പഞ്ചായത്ത് ലൈബ്രറിയൻ റാങ്ക് പട്ടിക നിലവിൽ വന്ന് വർഷം 1 കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും നിയമനം കിട്ടിയിട്ടില്ല. റാങ്ക് പട്ടിക നിലവിലുണ്ടായിരിക്കെ പല ജില്ലകളിലും ലൈബ്രറിയൻ തസ്തികകളിൽ താൽക്കാലിക നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ലിസ്റ്റ് 5 മാസക്കാലം ഹോൾഡ് ചെയ്തു വെക്കേണ്ടി വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? ശിവരഞ്ജിത്ത്, നസീം എന്നീ 2 SFI നേതാക്കന്മാർ കോപ്പിയടിച്ച് PSC പരീക്ഷ എഴുതി 1ാം റാങ്കും 4ാം റാങ്കും നേടിയത് പിടിക്കപ്പെട്ടപ്പോഴാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇവർ പരസ്പരം കത്തിക്ക് കുത്തി കൊലവിളി നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ വലിയ തട്ടിപ്പ് കേരള സമൂഹം അറിയാതെ പോകുമായിരുന്നു. എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വന്ന സർക്കാരിന്റെ ഭരണം ആരംഭിച്ചത് തന്നെ ബന്ധുനിയമന വിവാദത്തോടെയാണ്. മന്ത്രിസഭയിലെ 2ാമനായി വാഴ്ത്തപ്പെട്ട EP ജയരാജൻ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ പുത്രനെ, അതായത് മുൻ കണ്ണൂർ MP PK ശ്രീമതി ടീച്ചറുടെ മകൻ സുധീർ നമ്പ്യാരെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ MD ആയിട്ട് നിയമിച്ചു. EP ജയരാജൻ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരപുത്രന്റെ ഭാര്യ ദീപ്തി നിഷാന്തിനെ ക്ലേസൻ സെറാമിക്സ് ലിമിറ്റഡിന്റെ ജനറൽ മാനേജറുമാക്കി. സംഗതി പ്രശ്നമായതിനെ തുടർന്ന് ദീപ്തി നിഷാന്ത് രാജിവെക്കുകയും സുധീർ നമ്പ്യാരുടെ നിയമനം റദ്ദാക്കുകയും ചെയ്തു. അങ്ങനെയാണ് EP ജയരാജന് മന്ത്രിപ്പണി നഷ്ടപ്പെട്ടു പോയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി അദ്ദേഹത്തിന്റെ ബന്ധു KT അദീബിനെ നിയമിച്ചു. തലശ്ശേരി MLA AN ഷംസീറിന്റെ ഭാര്യയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിൽ അനധികൃത നിയമനം നൽകി. കരാർ നിയമനങ്ങളിൽ സാധാരണ സംവരണം നൽകാറില്ലാത്ത കണ്ണൂർ യൂണിവേഴ്സിറ്റി ഷംസീറിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാൻ വേണ്ടി മാത്രം സംവരണം നൽകിയെന്ന് ആരോപിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റിലെ 1ാം റാങ്കുകാരി കേരള ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നിയമനം റദ്ദാക്കേണ്ടി വന്നത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി AA റഹീം വർഗീയത വേണ്ട, ജോലി മതി എന്ന് പറഞ്ഞുകൊണ്ട് ജാഥ നടത്തി തിരുവനന്തപുരത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അമൃതയ്ക്ക് തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിയമവിദഗ്ധയായി സംസ്ഥാന സർക്കാരിന്റെ നാമനിർദ്ദേശം ലഭിച്ചു. ആലത്തൂരിലെ മുൻ MP PK ബിജുവിന്റെ ഭാര്യ വിജിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ബയോ കെമിസ്ട്രി വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ചത് ഈ കോവിഡ് കാലത്താണ്. മുൻ MP TN സീമയുടെ ഭർത്താവ് G ജയരാജനെ പ്രതിമാസം 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ CDITന്റെ ഡയറക്ടറാക്കി നിയമിക്കാൻ തീരുമാനിച്ചു. ഇടതു സർക്കാർ തന്നെയാണ് 2016 ജൂൺ മാസം 1-ാം തീയതി ജയരാജനെ CDITന്റെ രജിസ്ട്രാറാക്കി നിയമിച്ചത്. അന്ന് അദ്ദേഹം സ്വന്തം യോഗ്യതകൾക്കനുസൃതമായി ഡയറക്ടറുടെ യോഗ്യതകൾ സ്വയം തീരുമാനിച്ച് അത് ഗവേണിംഗ് ബോഡിയിൽ പാസാക്കിയെടുത്തു. തുടർന്ന് സ്വന്തം പാർട്ടിക്കാരായ CITUക്കാർ തന്നെ അത് ചോദ്യം ചെയ്ത് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകും എന്നുറപ്പായപ്പോഴാണ് സ്വയം മാറി നിൽക്കാൻ സീമയുടെ ഭർത്താവ് ജയരാജൻ തീരുമാനിച്ചത്. സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മകനെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എനർജി മാനേജ്മെന്റിൽ എനർജി ടെക്നോളജിസ്റ്റായി നിയമിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ പിന്തള്ളിയും നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തണമെന്ന മാനദണ്ഡം അട്ടിമറിച്ചുമാണ് മന്ത്രിപുത്രനെ തിരികെ കയറ്റാൻ തീരുമാനിച്ചത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ ബന്ധുക്കൾക്ക്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദന്റെ മകന്, CPMന്റെ സംസ്ഥാന സമിതി അംഗം വരദരാജന്റെ മകൾക്ക്, CPMന്റെ സംസ്ഥാന സമിതി അംഗം കോലിയക്കോട് കൃഷ്ണൻ നായരുടെ മകന്, CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ മകൾക്ക്, അങ്ങനെ പാർട്ടിയുടെ എണ്ണിയാൽ തീരാത്ത സംസ്ഥാനതലം മുതൽ ലോക്കൽ തലം വരെയുള്ള നേതാക്കന്മാരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കുമെല്ലാം പറ്റാവുന്നത്ര ഇടങ്ങളിലെല്ലാം നിയമനങ്ങൾ നൽകിയിട്ടുണ്ട്. MP രാജേഷും ഡോക്ടർ തോമസ് ഐസക്കും കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും PSC അപ്പോയിന്റ്മെന്റ്സ് നടക്കാത്തതിലുള്ള ദുഃഖം അവരുടെ വീഡിയോസിലൂടെ പങ്കുവച്ചു. രാജസ്ഥാന്റെയും തമിഴ്നാടിന്റെയും PSC പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് ജോലി കിട്ടാത്ത ആളുകളല്ല നിങ്ങളുടെ വീഡിയോകൾക്ക് മത്സരിച്ച് ഡിസ്ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള PSCയുടെ കനിവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളുടെ വീഡിയോസിന് യൂട്യൂബിൽ മത്സരിച്ച് ഡിസ്ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നസീമിനും ശിവരഞ്ജിത്തിനുമൊക്കെ ചെയ്തു കൊടുത്തതുപോലത്തെ സഹായമൊന്നും ഞങ്ങൾക്കാർക്കും ചെയ്തു തരണ്ട. ഞങ്ങളാരും യൂണിവേഴ്സിറ്റികളുടെ പരീക്ഷാ പേപ്പറുകളും സീലും സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് പരീക്ഷ എഴുതി ജയിച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാക്കിയ ആളുകളുമല്ല. 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്ത സ്വപ്ന സുരേഷുമാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി കൊടുത്ത് 1 ലക്ഷവും 1.5 ലക്ഷവും മാസ ശമ്പളം കൊടുത്ത് കള്ളക്കടത്തിനുള്ള അവസരം പോലും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളൂ. നിങ്ങളുടെ എല്ലാ ബന്ധുക്കൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കും മുഴുവൻ കിഫ്ബിയിലോ CDITലോ അങ്ങനെ പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾ ജോലി കൊടുത്തോളൂ.
നിങ്ങൾക്ക് തോന്നിയതുപോലെ അവർക്കെല്ലാം ശമ്പളം കൊടുത്തോളൂ. പക്ഷെ ആ കൂട്ടത്തിൽ രാത്രികളെ പകലാക്കി മാറ്റി കുത്തിയിരുന്ന് പഠിച്ച് PSC ലിസ്റ്റുകളിൽ ഇടം നേടിയ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്കും ഇവിടെ ജോലി വേണം. ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ സംസാരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തെക്കുറിച്ചല്ല, ചെറുപ്പക്കാരുടെ അവകാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ, അത് കാണാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എങ്കിൽ തെരഞ്ഞെടുപ്പുകൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നത് മാത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.